വിദ്യാഭ്യാസ തൊഴിലുറപ്പ് മന്ത്രി ശിവൻകുട്ടി സാറിനെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാഗതം പറയുന്നതിനായി തിരുവനന്തപുരം നഗരസഭയുടെ ആദ്യ സഹാബിനെ ആദരവോടെ ബഹുമാന്യരെ, തിരുവനന്തപുരം നഗരസഭ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി പദ്ധതികളാണ് നമ്മുടെ നഗരത്തിലെ നേമം നിയോജക മണ്ഡലത്തിൽ നമ്മുടെ നഗരവാസികൾക്ക് മന്ത്രിയുമായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നഗരസഭയും സ്മാർട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരുടെ എക്കാലത്തെയും ആവശ്യങ്ങളിൽ ഒന്നായി മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിലും LED സ്ഥാപിക്കുന്നതിനും ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് എന്ന് പറയുന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായി KSRTCക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത്. ഇത്തരം പദ്ധതികളെല്ലാം പൊതുമരാമത്ത് വകുപ്പിനെയും അതിന് നേതൃത്വം നൽകുന്ന മന്ത്രിയെയും തീർച്ചയായും ഈ സമയം വലിയ സന്തോഷത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തെ കൂടി ഈ പരിപാടിയിൽ ഉദ്ഘാടനത്തിൽ പ്രാവച്ചമ്പലം മുതൽ കരമന വരെയുള്ള റോഡിൻ്റെ മീഡിയനിലൂടെ ഉടനീളം പുതുതായി സ്ഥാപിച്ച തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുന്നത് അടയാളപ്പെടുത്തുവാൻ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. ഈ വികസനം റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള നമ്മുടെ പ്രതിബദ്ധതയുടെ തെളിവ് മാത്രമല്ല, കരമന കളിയിക്കാവുള്ള റോഡിൽ വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നിർണായകമായ ചുവടുവയ്പ് കൂടിയാണ്. ഈ ഭാഗത്ത് മതിയായ വെളിച്ചമില്ലാത്തതിനാൽ യാത്രക്കാർ നേരിടുന്ന ദൈനംദിന വെല്ലുവിളികളെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. ഈ തെരുവിളക്കുകൾ സ്ഥാപിക്കുന്നത് വളരെ ആവശ്യമായ ആശ്വാസം നൽകും. നമ്മുടെ റോഡുകൾ കാൽനട യാത്രക്കാർക്കോ സൈക്കിൾ യാത്രക്കാർക്കോ വാഹനം ഓടിക്കുന്നവർക്കോ ആകട്ടെ എല്ലാവർക്കും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്ന ഒരു ഒത്തുചേരലാണ് നമ്മളിപ്പോൾ. കരമന മുതൽ പ്രാവച്ചമ്പലം വരെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ദേശീയപാതയിൽ സ്ഥാപിച്ച ആധുനിക തെരുവ് വിളക്ക് സംവിധാനം ഉൾപ്പെടെയുള്ള സൗന്ദര്യവൽക്കരണ പദ്ധതി നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണത്. തെരുവ് വിളക്കുകളും മീഡിയനുകളിൽ സൗന്ദര്യവൽക്കരണവുമാണ് ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളത്. നേരത്തെ ഈ പദ്ധതി പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തി ഇവിടുത്തെ MLA കൂടിയായ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയതായിരുന്നു.
സംസ്ഥാന ബഡ്ജറ്റിൽ ഇതിനായി പ്രത്യേക ഫണ്ട് നീക്കിവെച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ പദ്ധതി ഏറ്റെടുക്കുവാൻ സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കൂടി പ്രത്യേക ഇടപെടലിൻ്റെ ഭാഗമായി തയ്യാറായത്. അതോടെ ഇതിന് വകയിരുത്തിയ ഫണ്ട് ഈ മണ്ഡലത്തിലെ തന്നെ മറ്റൊരു പദ്ധതിക്കായി മാറ്റാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണിത്. ഗതാഗത തിരക്കുള്ള റോഡാണ്. ഒരുപാട് സമയമായി ഇങ്ങോട്ടേക്ക് ആളുകൾ വരാൻ നിൽക്കുന്നു, എത്തിപ്പെടാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഗതാഗത കുരുക്കാണ്. നഗരത്തിലേക്കുള്ള ഗേറ്റ് വേ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് ഈ റോഡ്. ഇനി ഈ റോഡ് കൂടുതൽ സ്മാർട്ടായി മാറുകയാണ്. ഇതിനുവേണ്ടി സ്മാർട്ട് സിറ്റി 94 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിലൊരു ഭാഗം ബ്യൂട്ടിഫിക്കേഷൻ, മറ്റൊരു ഭാഗം ലൈറ്റിംഗ് എന്നീ നിലയിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ സമീപകാലത്ത് ഒരു ഡിസൈൻ പോളിസി പൊതുമരാമത്ത് ടൂറിസം മേഖലകൾക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന മന്ത്രിസഭ അംഗീകരിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഒരു ഡിസൈൻ പോളിസി തയ്യാറാക്കിയിട്ടുള്ളത്. പൊതു ഇടങ്ങൾ എങ്ങനെയാകണം എന്നതാണ് ഡിസൈൻ പോളിസി കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് വേസ്റ്റായി പോകുന്നു, മനോഹരമായി നമുക്ക് അവതരിപ്പിക്കാനാകുന്ന സ്ഥലങ്ങളാകെ വൃത്തികേടായി കിടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ റോഡ് നിർമ്മാണ വേളയിലും ടൂറിസം പദ്ധതി ആവിഷ്കരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും